ഹലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനെങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാണ്. കൊറോണ കാലത്ത് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പം 1-2 വർഷം ഇങ്ങനെ ഇരിക്കണ്ടേ. അതുകൊണ്ട് 2021 ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ. അങ്ങനെ യൂട്യൂബിൽ പരിപാടി ചെയ്യാൻ, പൈസ ഉണ്ടാക്കാവുന്ന യൂട്യൂബ് ഇങ്ങനെ പരതിയപ്പോൾ അങ്ങനെ പല തൊഴിലുകൾ അതിനകത്തുണ്ട്, പല മേഖലകളുണ്ട്. എല്ലാം അന്വേഷിച്ച് നോക്കി, എല്ലാം കറങ്ങി നോക്കിയപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. ഞാൻ യൂട്യൂബിൽ കൂടി നിങ്ങൾക്ക് പണം സമ്പാദിക്കാമെന്ന് കണ്ടു. അതങ്ങനെ നോക്കിയപ്പോൾ ഇതിങ്ങനെ കൊള്ളാം, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുമെന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നാൽ അത് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കൊന്നും തുടങ്ങാനും ഒന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ എന്തായാലും വേണ്ടില്ല, കുറേ ദിവസത്തെ മെനക്കേട് കൊണ്ട് ഞാൻ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങോട്ടേക്ക് ഇതിനകത്തേക്ക് ഓരോ ഫോട്ടോ വീഡിയോ ഒക്കെ പിടിച്ചിട്ടിട്ട് അത് ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ അറിയില്ല. ഞാനങ്ങനെ പല ഓരോ വീഡിയോകളും പിടിച്ചിടും. പിന്നെ അതിനകത്തേക്ക് ഇതെങ്ങനെയെന്ന് അറിയണ്ടേ, ഇത് ആരോടെങ്കിലും ചോദിക്കാനും ഇവിടെ ആരുമില്ല, അറിയുന്നവരും ആരുമില്ല, അറിയുന്നവരോട്ട് കൊണ്ടുപോയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. എന്നോട് ഇപ്പോൾ ഈ വയസ്സിന് ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണോ ഇനി അത് എന്ന് വിചാരിച്ചുകൊണ്ട് കുറേ പേര് അതും പറഞ്ഞില്ല. ഞാൻ എന്നാലും ഇതും കൊണ്ട് ഇത് കണ്ടുപിടിക്കുന്ന ഓർത്ത് അങ്ങനെ മെനക്കെട്ട് കുറേ മെനക്കെട്ടു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയിട്ട് ഇപ്പോൾ 2024 വന്നു. 2024 വന്നപ്പോഴും എനിക്ക് അസുഖമായിട്ട് വന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാനിരിക്കുമ്പോൾ ഞാനങ്ങനെ തുടങ്ങി വെച്ച ആ യൂട്യൂബ് ചാനൽ, 21 തുടങ്ങിയ യൂട്യൂബ് ചാനൽ 24 ഞാനതെല്ലാം ഇവിടുന്ന് വരുതി നോക്കി, ഇതെങ്ങനെയൊന്ന് പോസ്റ്റ് ചെയ്യാം. കുറേ പേരൊക്കെ അറിയുന്ന വിചാരിക്കുന്നവർക്ക് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. ഞാൻ അങ്ങനെ അടുത്ത് വീട്ടിൽ മുറ്റത്തൊരു ഡാലിയ ചെടി ഉണ്ടായിരുന്നു, അത് പൂവും പടർന്നു. അതിൻ്റെ വീഡിയോ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചെടുക്കും. എന്നിട്ട് ഞാൻ അതിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയെന്ന് കുറേ ചാനലുകളൊക്കെ പലരും പറയുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതികളൊന്നും ആരും പറയുന്നില്ല. ഇതിന് അപ്ലോഡ് ഉണ്ടെന്നോ അതിന് പ്രോസസ്സിങ് ഉണ്ടെന്നോ ഒന്നും ആരും പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ മെനക്കെട്ടു. ഇത് എവിടെയൊക്കെ ഞാൻ പിടിച്ചിങ്ങനെ ഞെക്കി. എന്നിട്ട് ഞാൻ മടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ വന്ന് കിടന്നു കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. ഞാൻ പിന്നെയും കയറി ആ ഫോണൊന്നുകൂടി ഓണാക്കി നോക്കി. അങ്ങനെ ഓണാക്കി നോക്കിയപ്പം ആണ് ഈ അപ്ലോഡിങ് എന്ന് കാണുന്നു. ഇതിങ്ങനെ ഒരു നീല കളറ് ഇതിങ്ങനെ നീങ്ങി വരുന്നു. ഇതാണോ ഇതിനകത്ത് സംഭവം? ഞാൻ പെട്ടെന്ന് ഉഷാറായി. ഞാൻ വേഗം എണീച്ചിരുന്ന് ഞാനതിങ്ങനെ നോക്കി. ഒന്നാമത് റേഞ്ചും കുറവാണ് ഇവിടെ, മെല്ലെ നീങ്ങുന്നുള്ളൂ. ഞാൻ പരമാവധി റേഞ്ച് കിട്ടുന്നിടത്തേക്കൊക്കെ ആക്കി മാറ്റി വെച്ചു. അതിങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അതങ്ങനെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്നിട്ട് ഞാൻ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെയാണ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഒരു സെക്ഷൻ അതേപോലെ നീങ്ങി വരുന്നത്. കളർ എന്നാൽ അതും നീങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഫുള്ളായി. അപ്പോൾ ഞാനിത് മലയാളത്തിലാക്കി വെച്ചിരുന്നത്, അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ളതൊന്നും നോക്കി എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണാൻ തയ്യാറെന്ന് അതിൽ എഴുതി കാണിച്ചു. ഉടനെ ഞാൻ അതിലൊന്ന് തൊട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അവരിങ്ങനെ കണ്ടു. ഞാൻ അന്നേരം പറഞ്ഞു, ഇത് ഡാലിയ ചെടിയാണ്, നല്ല ഇനം ഡാലിയ ചെടിയാണെന്നൊക്കെ പറയുന്ന ആ വീഡിയോയാണ് ഞാൻ ഫസ്റ്റിൽ ഇട്ടത്. അത് ഞാൻ കളഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണ്ട് എൻ്റെ ഫോണിൽ. ആദ്യമായിട്ട് ആൾക്കാർ കണ്ടതും അത് തന്നെയാണ്. അങ്ങനെ ഞാൻ ഇതായാലും എനിക്ക് വളരെ സന്തോഷമായി. ഉടനെ ഞാൻ പിന്നെ വീണ്ടും മുറ്റത്ത് ബട്ടർ ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിച്ച് ചെറിയ ഷോട്ട് അതിനകത്തേക്ക് ഇടാൻ തുടങ്ങി. അത് 2024 ഇപ്പോൾ 6 മാസമായി. അങ്ങനെ അതിങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സമാധാനമായി. എന്നാലും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഈ യൂട്യൂബിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറേ ചാനലുകൾ വന്നു, ആൾക്കാർ പഠിപ്പിക്കുന്നവരൊക്കെ ഇതിനകത്തേക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാം അവരുടെയൊക്കെ പലരുടെയും കേട്ടു. അങ്ങനെ കേട്ടിട്ട് പിന്നെ ഒരാളുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നി. ഞാൻ അയാളുടെ ഇതിൽ അവർ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനങ്ങനെ ചേർന്നു. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ സംശയങ്ങളൊക്കെ എനിക്കതിൽ മാറി തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ലോങ് വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതിങ്ങനെ കഥ പറയണം, കുറേ കാര്യങ്ങളങ്ങനെ ചെയ്യാൻ തുടങ്ങി. നമുക്ക് പലരെയും കാണുന്നുണ്ട്, വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കൂടി അവർ വീട്ടിലുള്ള വീഡിയോകളൊക്കെ കുടുംബത്തിൽ നിന്ന് ഈ ചാനലൊക്കെ കാണുന്നതിൽ ഉപ്പും മുളകും അതേപോലെയുള്ള കുറേ പരിപാടികളുണ്ടല്ലോ യൂട്യൂബിൽ കൂടി ഓരോരുത്തർ കൊടുക്കും. ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയും. അന്നേരം വീട്ടിൽ നിന്നും അവർ സപ്പോർട്ടില്ല. എല്ലാം സ്വന്തം ചെയ്ത് വെച്ചാൽ മതി, ഞങ്ങളെന്തെങ്കിലുമൊന്നും കൂടില്ല, നമുക്കൊന്നും ആവില്ല. അവർക്കൊക്കെ ഒരു ഫ്രെയിമിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വരാൻ അവർക്ക് ഭയങ്കര മടി, നാണം. അവസാനം ഞാനെന്തായാലും പിൻപോട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ ആരും നിരുത്സാഹപ്പെടുത്തിയാലും തുടങ്ങുമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഞാൻ ഈ അവസ്ഥയിലെത്തി. എത്തിയെങ്കിലും എനിക്ക്
ആരും ബെൽ ബട്ടൺ അമർത്തുന്നില്ല. കാണുന്നൊക്കെ ഉണ്ട് ആൾക്കാർ പല വീഡിയോകളിട്ട് ഒറ്റ ദിവസം വീഡിയോകൾ ഓടുന്നുള്ളൂ. എല്ലാം 400, 500, 800, 700 ഒക്കെ ഓടിയൊക്കെ വീഡിയോകളൊക്കെ ഉണ്ട്. അത്രയും എത്തിയിട്ട് ചിലതൊക്കെ 2, 3 ഓടുന്നതുമുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വന്തമല്ലേ ചെയ്യുന്നത്. കുറേ പുഴുവോ പ്രാണിയോ പാറ്റയോ പറപ്പയോ അതിനെ പിടിച്ച് എന്തെങ്കിലും പാട്ടുകളൊക്കെ കയറ്റും, എന്തെങ്കിലും ദൃശ്യങ്ങളൊക്കെ പിടിച്ചിടും. അങ്ങനെയൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ വഴി സൈഡിൽ കാണുന്ന അങ്ങനെ ഇത് എല്ലാം അങ്ങനെ പിടിച്ചിട്ട് എളുപ്പത്തിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കഥകളൊക്കെ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ആയുർവേദത്തിലെ ഒറ്റമൂലികൾ എന്നും പറഞ്ഞിട്ട് ഒരു പഴയ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറേ അറിവുകൾ ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ പകർന്ന് അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ ഒപ്പം കയറിയവർക്കെല്ലാം പിന്നെ ഒരു മോണിറ്റേഷനായി വരുമാനങ്ങളെല്ലാം ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ആരും ഒന്നും ചെയ്യാനില്ല. ഒരാളെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഒരു കുറച്ചും കൂടെയൊക്കെ ഉഷാറായി പോകുമായിരുന്നു. എന്നാലും ഒറ്റയാൾ പട്ടാളം എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പൊരുതാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ ഞാൻ ഇത് എല്ലാം ഒന്ന് പരമാവധി ഒന്ന് ഉഷാറായി കൊണ്ടുവരണം. അതുകൊണ്ട് കാണുന്നവർ ദയവ് ചെയ്ത് പിന്നെ എനിക്കൊന്ന് ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. നിങ്ങൾക്കൊന്ന് കണ്ടു വെച്ചാൽ മതി. പിന്നെ ഇത് ലൈക്കൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. ലൈക്കൊക്കെ കിട്ടിയാൽ എന്തൊക്കെയോ മെച്ചമുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ഇനിയും അറിയില്ല. ഞാൻ ഒരാളുടെ കീഴിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ അധികം ശല്യപ്പെടുത്താറില്ല. ഞാൻ മറ്റുള്ളവരുടെയൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടൊക്കെയാണ് ഞാൻ അധികം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുന്നവർ എന്തായാലും ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കയറി പോയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു മരുന്നെങ്കിലും വാങ്ങാനുള്ള പൈസ കിട്ടില്ലെന്ന് ഓർത്തിട്ടാണ്. ഇപ്പം പെൻഷൻ മാത്രമാണുള്ള വരുമാനം. പെൻഷൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാലായി. അതുകൊണ്ടൊക്കെ എവിടെ തികയാനാണ്. ഏതായാലും ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് 12ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ അച്ഛൻ അങ്ങനെ അടിച്ചപ്പോൾ അങ്ങനെ ആ ദേഷ്യത്തിൽ ഞാൻ ഇറങ്ങി നാട് വിട്ടതാണ്. അതിൽ നിന്ന് പിന്നെ വീട്ടിൽ വരും പോകും അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ഹോട്ടൽ പണി പോലെ ഭൂമിക്ക് അടിയിലുള്ള എല്ലാ ജോലികളും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ആണ് അവസാനം എത്തിയെന്നത് ഒരു ചായക്കടയിലായിരുന്നു. ചായക്കടയല്ല, ഒരു പെട്ടിക്കട. അതിൽ പിന്നെ ചായയും മറ്റു സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നടത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം BP വന്ന് അങ്ങനെ ഈ തലയുടെ പിന്നെ വലതുവശത്തെ ചെവിയുടെ പുറകിലെ ഞരമ്പ് പൊട്ടിപ്പോയത്. അങ്ങനെയാണ് പിന്നെ ഈ സൈഡ് തളർന്നു പോയത്. അങ്ങനെ കുറേ കാലം കിടന്നു ഉണ്ടായിരുന്ന വണ്ടി വിറ്റു. അങ്ങനെ ഓരോ സ്വർണ്ണമൊക്കെ പണയത്തിലായി. അങ്ങനെയൊക്കെ വലിയ ഇതിൽ കൂടിയൊക്കെ കടന്നുപോയി. എന്തിനാണെന്നറിയാൻ പാടില്ല. എനിക്ക് രണ്ടാമതൊരു ജന്മം കൂടെ അയ്യപ്പസ്വാമി തന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവമാണ് അയ്യപ്പസ്വാമി. അതുകൊണ്ട് എനിക്കതങ്ങ് വീണ്ടും തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇത് പറ്റുന്നിടത്തോളം കാലം ഇതൊന്ന് യൂട്യൂബ് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ്. ഇപ്പം മറ്റു വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ കണ്ണിന് മൂടലായി തുടങ്ങി. ഈ വലത് കണ്ണിന് ഈ വശം തളർന്നു പോയതാണ്. ഇതിപ്പോൾ അവിടെ വലത് ഇതിൽ കാണിക്കുമ്പോൾ ഇടത് വശമാണ് കാണുന്നത്. അതിങ്ങനെ ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷൻ വരുന്ന മാസം ചെയ്യണം. മോനിപ്പം ശബരിമലയ്ക്ക് പോയിരിക്കണം. അവന് വണ്ടിയിലാണ് ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ വല്ലാത്ത മൂടലുണ്ട്. അതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. കുറച്ച് നേരം ഫോൺ നോക്കി വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഇതും കഴിഞ്ഞിട്ട് ഒന്ന് യൂട്യൂബ് ചാനലൊന്ന് ഉഷാറാക്കി എടുക്കണം. അങ്ങനെ ആണിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ ഏതായാലും കുറേ നല്ലവരായ ആൾക്കാർ സപ്പോർട്ടുണ്ട്. ആ ഒരു ബലത്തിലാണ് ഇപ്പം അങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ സബ് പരമാവധി ആൾക്കാർ ചെയ്യുക. ഇത് കണ്ടിട്ടെങ്കിലും ഇത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ പണി തീരാത്ത ഒരു വീട്ടിലാണ് താമസം തുടങ്ങിയത്. പണിയെല്ലാം അങ്ങനെ തന്നെ പകുതിയോളം ബാക്കി കിടക്കുകയാണ്. അതിലങ്ങനെ താമസം തുടങ്ങി. എന്നാലും അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ യൂട്യൂബ് ചാനൽ അടുത്ത് എന്താണ് പുതിയതായിട്ട് തുടങ്ങുക എന്നുള്ള കാര്യം അതും അറിയില്ല. എന്തായാലും ആയുർവേദത്തിലെ ഒറ്റമൂലികളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കണ്ട എന്തെങ്കിലുമൊക്കെ വീഡിയോകളോ അറിവ് പകരുന്ന എന്തെങ്കിലും വീഡിയോകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരാം. അത് കൂടാതെ ഏതെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്നും അവിടുത്തെ ചെറിയ പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ പിടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ പോയിട്ടൊക്കെ അല്ലാണ്ട് വേറെയൊന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. കാര്യം പറഞ്ഞാൽ പഴയ ഒരു നടനാണ്. കുറേ ഒരു 10-15 നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.
നാട്ടിൻപുറത്തുള്ള നാടകം കേട്ടോ, വലിയ ട്രൂപ്പിലൊന്നുമല്ല. നാട്ടിൻപുറത്തുള്ള നാടകങ്ങൾ അങ്ങനെ കലാരംഗത്തും കുറേയൊക്കെ പ്രവർത്തിച്ചതാണ്. അങ്ങനെയൊക്കെയാണ് ജീവിതവും. കുറേ 8-10 വർഷത്തോളം അങ്ങനെ അങ്ങോട്ട് പോയി. കുറേ കാലം പിന്നെ ലൈബ്രറീൻ്റെ പിന്നെ സെക്രട്ടറി ആയിട്ടിരുന്നു. അതിലൂടെ ആയിരുന്നപ്പം കുറേ ബുക്കുകൾ വായിച്ചു. അതിലൂടെ ഇങ്ങനെ കുറേ അറിവുകളുണ്ട്. അതിലൊക്കെ വെച്ചിട്ടാണ് കഥകളൊക്കെ അധികം പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. 10 മിനിറ്റായി സമയം. ഇത് കാണാൻ മനസ്സുള്ളവരൊന്ന് കാണുക. എല്ലാം ഒന്ന് ബെൽ ബട്ടൺ അമർത്തുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം. അതുപോലെ തന്നെ പരമാവധി ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ ഞാനും പറയാം. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറയുവാണ്. ഞാൻ നിങ്ങൾ എല്ലാം സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.